ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ആദ്യമായിട്ട് അമ്മമാരാവുന്ന പലരുടെയും ഡൗട്ടായിരിക്കും ഏത് റീയൂസബിൾ ഡയപ്പറാണ് ബേബിക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് എന്നുള്ളത്. അപ്പം ഞാൻ കുഞ്ഞുപെണ്ണിന് ഏതാണ്ട് ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു വയസ്സിനോട് അടുത്ത സമയത്താണ് റീയൂസബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കപ്പോഴാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. കാരണം അതിന് മുൻപ് കനം കുറഞ്ഞ നാപ്പീസൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. കുഞ്ഞിലെ യൂറിൻ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി വളരെ കൂടുതൽ. അപ്പോൾ വലുതാവും തോറും അത് കുറച്ചും കൂടെ കൺട്രോളാവും. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ മോഷൻ പാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീയൂസബിൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ നല്ല ഫ്രഷ് ആയിട്ട് അവരെ കിട്ടും. പെട്ടെന്ന് ഡ്രസ്സ് നനയില്ല. അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് പോപ്പീസിൻ്റെ ഡയപ്പേഴ്സാണ്. പോപ്പീസിൻ്റെ റീയൂസബിൾ ഡയപ്പർ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. പിങ്ക് കളറാണ് അതിൻ്റെ ഔട്ടർ ഷെല്ലെന്ന് പറയുന്നത്. പല കളേഴ്സും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടുമാണ് അതിൻ്റെ ഇൻസേർട്ടർ, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പം ഇൻസേർട്ടർ നമ്മൾ ഒരെണ്ണമായിട്ട് അതിൽ പേസ്റ്റ് ചെയ്തിട്ട് യാതൊരു ഉപയോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും തിന്നായതുകൊണ്ട് തന്നെ അത് അബ്സോർബൻസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഇൻസേർട്ടറും ഒരുമിച്ച് പേസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിനോട് അറ്റാച്ച് ചെയ്യാനായിട്ട്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും അബ്സോർബൻസി കിട്ടുള്ളൂ. മാത്രമല്ല കുഞ്ഞിനത് കെട്ടിക്കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിക്ക് നിൽക്കുന്ന പോലെ തോന്നും, ഒട്ടും ഒതുക്കമില്ലാതെ. അപ്പോൾ 599 രൂപയ്ക്ക് ഇത് ഒട്ടും വേർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. രണ്ടാമത്തേത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കിഡ്സ് നീഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസേർട്ടറിൻ്റെ കളർ കണ്ടോ, വൈറ്റ് അല്ല, പകരം ഒരു ചാർക്കോൾ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മളിപ്പോൾ മോഷനൊക്കെ പാസ് ചെയ്തിട്ട് കറയായി കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ പോലും ആ കറ ഒരിക്കലും അറിയില്ല. മാത്രമല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ്. വളരെ ഒതുങ്ങിയ ഒരു ഔട്ടർ ഷെല്ലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ യൂണിക്കോണിൻ്റെ പ്രിൻ്റാണ്. ഇതല്ലാതെ ഒരുപാട് ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻസേർട്ടറിലേക്ക് വരുവാണെങ്കിൽ നല്ല കട്ടിയുള്ള ഇൻസേർട്ടറാണ്. അതിലും കിഡ്സ് നീഡ് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല വീതിയിൽ വരുന്ന ഒരു ഇൻസേർട്ടറാണ്. 2 ഇൻസേർട്ടർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കതിൽ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്താൽ മതിയാവും, അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നല്ല രീതിയിൽ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂറത്തേക്ക് നമുക്ക് നല്ല അബ്സോർബൻസി കിട്ടുന്ന തരത്തിലുള്ള ഒരു റീയൂസബിൾ ഡയപ്പറാണ്. പിന്നെ എനിക്കിതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ 2 എണ്ണം തന്നാലും നമുക്ക് ശരിക്കും ഈ ഔട്ടർ കവർ 2 എണ്ണം ഉണ്ടെങ്കിലാണ് നമുക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ യൂറിൻ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്ത് എന്തായാലും പുറത്തത്തെ സർഫസ് നനയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും 2 ഇൻസേർട്ടർ ഒരിക്കലും ഒരേ സമയം മാറി മാറി യൂസ് ചെയ്യാൻ പറ്റില്ല. ഔട്ടർ കവർ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇൻസേർട്ടർ ഉണ്ടെങ്കിൽ ആ കവർ മാറി മാറി യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നനയുമ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ടോപ്പ് സർഫസ് നനഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അകത്തത്തെ ഇൻസേർട്ടർ മാറ്റിയെന്ന് വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതല്ലാതെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏകദേശം 560 രൂപയോളമാണ് ഇതിനും വരുന്നത്. 2 ഇൻസേർട്ടർ കിട്ടുന്നുണ്ട്. ആ ഒരു അമൗണ്ടിന് അത്യാവശ്യം ബർത്താണ്. നല്ലൊരു ഡയപ്പറാണ്. അടുത്തത് ലവ് ലാപ്പ് എന്നൊരു ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ലവ് ലാപ്പ് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് അധികം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏകദേശം 299 രൂപയാണ് ഈ ഒരു ഡയപ്പറിനുള്ളത്. ഫ്രീ ഡെലിവറിയാണ്. സെയിം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കിഡ്സ് നീഡിനോട് വളരെ സാമ്യമുള്ള ഔട്ടർ ഷെല്ല് തന്നെയാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് തന്നെയാണ്. ആൻഡ് ബാക്കിയെല്ലാം ചാർക്കോൾ കളറിൽ തന്നെയുള്ള ഇൻസേർട്ടറുമാണ്. ആകെ എനിക്ക് ഇൻസേർട്ടറിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം തോന്നിയത് കിഡ്സ് നീഡിൻ്റെ ഇൻസേർട്ടറിനെ വച്ച് നോക്കുമ്പോൾ കുറച്ച് കനം കുറവാണ്. പക്ഷേ അതുകൊണ്ട് അബ്സോർബൻസി കുറവാണെന്നില്ല, നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഒട്ടും ലീക്ക് വരുന്നില്ല. പക്ഷേ അത്രയും കനമില്ല. മാത്രമല്ല അതിൻ്റെ ആ ഒരു ഇൻസേർട്ടറിനും അതിൻ്റെ ഷേപ്പിനും കുറച്ച് വേരിയേഷൻ ഉണ്ട്. കിഡ്സ് നീഡിൻ്റെ ഷേപ്പ് കുറച്ച് റെക്റ്റാങ്കിൾ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ സൈഡൊക്കെ കുറച്ച് ഓവൽ ഷേപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പം ശരിക്കും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ലവ് ലാപ്പാണ് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. കാരണം 299 രൂപയ്ക്ക് നമുക്ക് ഒരു ഇൻസേർട്ടർ കുറവാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ളൊരു റീയൂസബിൾ ഡയപ്പറും ഒരു ഇൻസേർട്ടറുമാണ് നമുക്ക് കിട്ടുന്നത്. കിഡ്സ് നീഡ് നല്ലതാണ്, പക്ഷേ ഏകദേശം 570 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്